നമ്മുടെ തേർഡ് മൊഡ്യൂളിന്റെ പേരാണ് കോംപ്ലക്സ് വേരിയബിൾസ് ഡിഫറൻസിയേഷൻ. കോംപ്ലക്സ് വേരിയബിൾസ് ഡിഫറൻസിയേഷൻ. എന്താ ഈ കോംപ്ലക്സ് വേരിയബിൾ എന്നെല്ലാം പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കോംപ്ലക്സ് നമ്പേഴ്സ് എല്ലാം പഠിച്ചതാണോ? നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താട്ടെ, പഠിച്ചതാണോ അല്ലയോ എന്ന്. പഠിച്ചിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്താ നിങ്ങൾ. ചെറിയ ബേസിക് ഐഡിയകളോ പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ റീകോൾ ചെയ്യേണ്ട ആവശ്യമില്ലേ? റീകോൾ ചെയ്യണ്ടേ കോംപ്ലക്സ് നമ്പർ? വേണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കോംപ്ലക്സ് നമ്പർ നോക്കാം. അതിന്റെ കുറച്ച് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സബ്സ്ട്രാക്ഷൻ എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കുറച്ച് ആ ഒരു കോംപ്ലക്സ് നമ്പേഴ്സിന് നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം റീകോൾ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്താ ഉണ്ടായിട്ടുള്ളൂ? റിയൽ നമ്പേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത്, ഏതൊരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് റിയൽ നമ്പേഴ്സ് ആണ് നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ പുതിയൊരു എന്താ പറയുക നമ്പറിന്റെ ഒന്നും ആവശ്യം ആ സമയങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് ഒരു x² + 1 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ, അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ വരിക നോക്കിയാട്ടെ. നിങ്ങൾ x² + 1 എന്ന് പറയുന്നത് ഇക്വേറ്റ് ചെയ്യുക സീറോനോട്. എന്താ സംഭവിച്ചത്? x² = -1 എന്ന് പറയുന്ന ഫോമാ കിട്ടിയത് അല്ലേ? അപ്പൊ അതിന്റെ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നോക്കിയാട്ടെ നിങ്ങൾ, x = ±√−1 കിട്ടി. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റിയൽ നമ്പറിൽ ഇങ്ങനെ ഒരു സാധനേ ഇല്ല, ഇങ്ങനൊരു നമ്പറേ ഇല്ല നമ്മളെ റിയൽ നമ്പറിൽ. അപ്പൊ നമുക്ക് ഈ ഒരു x² + 1 പോലത്തെ കുറച്ച് ഇക്വേഷൻസിന് അതിന് റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രൂപം കൊടുത്തതാണ് എന്ത്? കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ, ആ ഒരു നമ്പേഴ്സിന്റെ ഫോംസുകൾ. റിയൽ നമ്പേഴ്സ് ആയിരുന്നു ആദ്യം ഉണ്ടായത്. അപ്പൊ അതിൻ്റെ അകത്ത് റൂട്ട്സുകൾ ഇല്ലാത്ത കുറച്ച്, എന്താ പറയാ, കുറച്ചല്ല, ഇപ്പം കുറേ ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു x² + 1 വെച്ചിട്ടാണ്, അതിന് റൂട്ട്സ് ഇല്ലാത്തപ്പോഴാണ് കോംപ്ലക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് എത്രയോ ലക്ഷക്കണക്കിന് നമുക്ക് എന്താ പറയാ ഇക്വേഷൻസിന് കോംപ്ലക്സ് നമ്പേഴ്സിൽ റൂട്ടായിട്ട് വരുന്നുണ്ട്. അപ്പം റിയൽ നമ്പേഴ്സിൽ ഇല്ലാത്ത റൂട്ട്സുകൾ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അകത്തേക്ക് കൺവേർട്ട് ചെയ്തു. അതാണ് ഇവിടെ ഉണ്ടായത്. എന്താ? നമ്മൾ ആ റൂട്ട് -1ന് i എന്ന് പറഞ്ഞ നൊട്ടേഷൻ കൊടുത്തു. അപ്പൊ അതൊരു പുതിയൊരു നമ്പറാണ് i എന്ന് പറയുന്നത്. നമ്മളെ കോംപ്ലക്സ് നമ്പറിന്റെ അകത്ത് കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു സാധനമാണ് ഈ i എന്ന് പറയുന്നത്. i എന്ന് പറയുന്നതിന് അയോട്ടാണ് ശരിക്കും ഒറിജിനൽ പേര്. പക്ഷെ നമ്മൾ ജസ്റ്റ് i എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് വിളിക്കുന്നത്, നമ്മളെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ x² + 1 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടായി. എന്താണ്? ±i എന്ന് പറയുന്ന സൊല്യൂഷൻ ഉണ്ടായി. അത് എവിടെയാണ് ഉള്ളത്? കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അകത്താണ് ഉള്ളത്. അപ്പം ഈ i വന്നതോടെ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സെറ്റ് ഓഫ് നമ്പേഴ്സിന് രൂപം കൊടുക്കുക ചെയ്തത്. എന്താ? z = x, y. അതായത് രണ്ട് ഓർഡേർഡ് ടപ്പിൾ ആയിട്ടാണ് നമുക്ക് നമ്മൾ ഈ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് ആദ്യത്തെ ടേം എക്സും രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് വൈയും. ഇവിടുത്തെ ഈ എക്സും വൈയും എന്താ? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇവിടുത്തെ ആ എക്സിനെ റിയൽ പാർട്ട് എന്നും വൈനെ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഇതാ കോംപ്ലക്സ് നമ്പർ z = x, y of real numbers x and y, where x is the real part and y is the imaginary part of z. പിന്നെ നമ്മൾ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാതിനാ? x = real z എന്നും y = imag z എന്നുമാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ അകത്തെല്ലാം ഇനി നൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒറിജിനലായിട്ട് ഈ z ഓർഡേർഡ് x, y എന്ന് പറയുന്നതിനാ നമ്മൾ ഇനി റെപ്രസെന്റ് ചെയ്യുന്നത് z x + iy എന്ന് പറയുന്ന ഫോമിലാണ്. ഇവിടുത്തെ i എന്ന് പറഞ്ഞ എന്താണ്? i √−1 ആണ്. അപ്പം ഞാൻ ജസ്റ്റ് 2-3 എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. എന്താ? z = 2 + 3i, അതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. അതുപോലെ 1 + 5i, അതും ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. 1/2 + i/2. ഇങ്ങനെ നമ്മളെ എന്താ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫോംസുകൾ. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? എന്താണ് എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ ഉണ്ടാവാനുള്ള സാഹചര്യം, അപ്പൊ എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്,
അതിൻ്റെ റിയൽ പാർട്ട് എന്താണ്, ഇമാജിനറി പാർട്ട് എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഐ എന്ന് പറയുന്നത് √1 ആണ്. പിന്നെ 2-3 എക്സാമ്പിൾ. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഇതെല്ലാം നമ്മൾ ജസ്റ്റ് റീകോൾ ചെയ്യുന്ന കേട്ടോ. ഇതെല്ലാം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പോഴേന്നും നമ്മളെ സിലബസ് സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല, പക്ഷെ നിങ്ങൾക്കതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ക്ലിയർ ആണ്. ഇനി z is equal to x plus iy എന്ന് പറഞ്ഞ് ഈ ഒരു കോംപ്ലക്സ് നമ്പറിന് കുറച്ച് നോട്ട്സ് ഉണ്ട്. എന്തല്ല നോക്കിയട്ടെ. 2 complex numbers are equal if and only if their real parts are equal and their imaginary parts are equal. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ, ഒരു 2 കോംപ്ലക്സ് നമ്പറുകൾ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ റിയൽ പാർട്ട് രണ്ടാമത്തെ റിയൽ പാർട്ടിനോട് ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെയോ രണ്ടാമത്തെ ഇമാജിനറി പാർട്ട് ഒന്നാമത്തെ ഇമാജിനറി പാർട്ടോടും ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ 2 കോംപ്ലക്സ് നമ്പറുകൾ നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അത് ഈഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഒന്നാണെങ്കിൽ മറ്റേതാണ്, മറ്റേതാണെങ്കിൽ ഇപ്പുറത്തേതാണ്. അപ്പം 2 കോംപ്ലക്സ് നമ്പറുകൾ എപ്പോഴാണ് ഈക്വൽ ആണെന്ന് മനസ്സിലായി. അതിനുശേഷം ഈ 2 കോംപ്ലക്സ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതെല്ലാം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ z1 എന്ന് പറഞ്ഞിട്ട് x1 + i1 എന്ന് പറഞ്ഞിട്ട് ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ z2 എന്ന് പറഞ്ഞിട്ട് x2 + iy2 എന്ന് പറഞ്ഞിട്ട് വേറൊരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റിയൽ നമ്പേഴ്സിലെല്ലാം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷെ എന്ത് മാറ്റമുണ്ട്, കമ്പണന്റ് വൈസ് അഡീഷൻ എന്നാണ് ഇവിടെ പറയാ. ആദ്യത്തെ കമ്പണന്റിനെ രണ്ടാമത്തെ സെറ്റിന്റെ അകത്തെ ആദ്യത്തെ കോമ്പണന്റായിട്ടും, പിന്നെയോ രണ്ടാമത്തെ കോമ്പണന്റിന്റെ രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പറിന്റെ അകത്തെ രണ്ടാമത്തെ ആ ഒരു ടേമുമായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതായത് x1 + x2, പിന്നെയോ ഐനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് ഇട്ട് അതിനുശേഷം y1 + y2. അഡീഷൻ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞാട്ടെ. 2 കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ ആദ്യത്തെ ടേമിനോട് ആഡ് ചെയ്യാം, പ്ലസ് ഐ ഇൻറ്റു രണ്ടാമത്തെ ടേമിനോട് ആഡ് ചെയ്യാം. നമ്മളെ ഈ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കോർ സബ്ജക്റ്റ് ആണ് ഈ പിന്നെ എന്ത് കോംപ്ലക്സ് നമ്പേഴ്സ്. അതുപോലെ തന്നെ കോംപ്ലക്സ് അനാലിസിസ് എന്നാണ് കോർ സബ്ജക്റ്റിന്റെ പേര് പറയുന്നത്. അതിൻ്റെ അകത്തെ ഫസ്റ്റത്തെ നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇനി വരുന്ന 2 ചാപ്റ്ററും ഈ ഒരു കോംപ്ലക്സ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് മോഡ്യൂൾ 4ഉം മോഡ്യൂൾ 5ഉം നിങ്ങൾക്ക് ഈ കോംപ്ലക്സ് നമ്പർ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. അതിൻ്റെ അകത്ത് വരുന്ന കുറേ പ്രോബ്ലംസ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതെല്ലാം പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പം ഈ ഒരു എന്താ പറയുക ഏറ്റവും ബേസ് ആയിട്ടുള്ള എന്താ കോംപ്ലക്സ് നമ്പർ, അതിൻ്റെ അഡീഷൻ എന്താ, മൾട്ടിപ്ലിക്കേഷനാ, അതെല്ലാം അറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ക്ലിയർ ആയെന്ന് പറയാൻ പാടുള്ളൂ. ഒന്നും കൂടി പറഞ്ഞു തരണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അഡിഷൻ ഡിഫൈൻ ചെയ്തത്. നോക്കിയാട്ടെ, നമുക്ക് 2 കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്തത്. ഞാൻ ഇവിടെ എന്ത് ചെയ്തു, z1 എന്ന് പറയുന്നത് x1 + iy1 ആയിട്ട് ചൂസ് ചെയ്തു. z2 എന്ന് പറയുന്നത് എന്തായിട്ട് ചൂസ് ചെയ്തു, x2 + iy2 ആയിട്ടും ചൂസ് ചെയ്തു. ഇനി എന്താ, z1 ഇൻറ്റു z2 എങ്ങനെയാ, z1 എന്ന് പറയുന്നത് ആദ്യം എഴുതി, ഇൻറ്റു z2 എന്ന് പറയുന്നത് രണ്ടാമത് എഴുതി കൊടുത്തു. ഇനി ഇവിടെ എന്താണ് കോമ്പണന്റ് വൈസ് ആയിട്ട് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. നോക്കിയാട്ടെ നിങ്ങൾ എങ്ങനെയാ ഇവിടെ വരിക, x1നെ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇതാ ഈ ഒരു x1നെ ആദ്യം x1നോട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം ഈ x1നെ iy2നോട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ ടേമായ iy1നെ x2നോട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെയോ iy1നെ iy2നോട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കിയാട്ടെ, x1 x2 പ്ലസ് i ഇൻറ്റു x1 y2 പ്ലസ് x2 y1 i മൈനസ് y1 y2. എങ്ങനെയാ മൈനസ് വന്ന ഇവിടെ iy1 ഇൻറ്റു iy2 ആണ് ശരിക്കും ലാസ്റ്റ് ടേം വരുന്നത്. അപ്പോൾ അവിടെ 2 i വരുന്നുണ്ട്. i² എന്ന് പറഞ്ഞാൽ എന്താ, -1 ആണ് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇവിടെ ഈ മൈനസ് വന്നത്. അപ്പോൾ ജസ്റ്റ് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക ചെയ്യുന്നത്. എന്താ, ഐൻ്റെ പാർട്ടിനെല്ലാം ഒപ്പരം എഴുതി ഐ ഇല്ലാത്ത പാർട്ടിനെല്ലാം ഒപ്പരം എഴുതുക ചെയ്യുന്നത്. നമുക്ക് കിട്ടിയ ടേമിൻ്റെ അകത്ത് ഇത് ഈ ആദ്യത്തെ ടേമിൻ്റെ അകത്ത് ഐ ഇല്ല, അതുപോലെ തന്നെ ലാസ്റ്റ് ടേമിൻ്റെ അകത്ത് എന്തില്ല, ഐകളില്ല. അപ്പോൾ അതിനെ ഞാൻ ഒരുമിച്ചിട്ട് x1 x2 മൈനസ് y1 y2 എന്ന് എഴുതി.
ഇനി ബാക്കി നടുക്കത്തെ ഈ രണ്ട് ടേമിൻ്റെ അകത്ത് എന്തുണ്ട്, ഐ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ഐന് എന്ത് ചെയ്തു, ഔട്ട് സൈഡ് ഇട്ടു. ബാക്കി ആ ടേമിന് എന്ത് ചെയ്തു, ബ്രാക്കറ്റിനുള്ളിൽ x1y2 + y1x2 എന്ന് നമുക്ക് എഴുതി കൊടുത്തു. ഇതാണ് നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? മൾട്ടിപ്ലൈ ചെയ്തത് എങ്ങനെയാണ്, നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. ഓക്കെ അല്ലേ? ബോയ്സ് ഒന്ന് കമന്റ് ചെയ്താട്ടെ. ബോയ്സ് എന്താ ആരും ഒന്നും കമന്റ് ചെയ്യാത്തെ? എപ്പോഴും ചെയ്യുന്ന കുട്ടികൾ മാത്രമല്ല, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടായി പറഞ്ഞു തരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ ചോദിക്കുമ്പം? ഓക്കെ. അപ്പം ഇതാണ് നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമ്മളെ സബ്സ്ട്രാക്ഷൻ ആണ്. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയുക, ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിയാട്ടെ. Z1 ഞാൻ നേരത്തെ പോലെ തന്നെ x1 + iy1 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ Z2 x2 + iy2 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഡിഫറൻസിനെ Z1 - Z2 എന്ന് നൊട്ടേറ്റ് ചെയ്തു. അതെങ്ങനെയാ, ആദ്യത്തെ ടേമായ ഈ x1ന്റെ അകത്തുനിന്ന് ആദ്യത്തെ ടേമായ x2 കുറക്കുക, പ്ലസ് ഐ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് ഇടുക. പിന്നെയോ രണ്ടാമത്തെ ടേമായ y1ന്റെ അകത്തുനിന്ന് രണ്ടാമത്തെ ടേമായ y2 ഒന്ന് കുറക്കുക. അതാണ് x1 - x2 + i × y1 - y2 എന്ന് മറ്റു റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മളെ എന്താ സബ്സ്ട്രാക്ഷൻ പോകുന്നത്. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? സബ്സ്ട്രാക്ട് ചെയ്തത് Z1 - Z2 ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യാന്ന്. ഡിവിഷന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ എന്തായാലും ശ്രദ്ധിക്കാൻ നിങ്ങൾ. ഞാൻ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്തു, Z1 എന്ന് പറഞ്ഞിട്ട് x1 + i1 എന്ന് പറഞ്ഞിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ ചൂസ് ചെയ്തിട്ട് Z2 = x2 + iy2 എന്ന് പറഞ്ഞിട്ട് വേറൊരു കോംപ്ലക്സ് നമ്പറും ചൂസ് ചെയ്തു. അപ്പൊ നമ്മൾ സാധാരണ റിയൽ നമ്പറിന്റെ അകത്ത് എല്ലാം നൊട്ടേറ്റ് ചെയ്യുന്നവരെ Z1 / Z2 എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ എടുത്തു. അതെന്താണ്, Z1 എന്ന് പറയുന്നത് x1 + iy1 ആണ്. അത് / x2 + iy2. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയതിനെ കൊണ്ട് വലിയ കാര്യമില്ല. നമുക്ക് എങ്ങനെയായിട്ട് കിട്ടണം, ഒരു ടേം റിയൽ പാർട്ടായിട്ടും മറ്റേ ടേം ഇമാജിനറി പാർട്ടായിട്ട് തന്നെ കിട്ടണം. അതാണ് കോംപ്ലക്സ് നമ്പറിന്റെ ഫോം. അപ്പൊ നമ്മൾ ആ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിന്റെ അകത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാ പറയാം. അപ്പൊ ഇവിടെ z = x + iy എന്ന് പറയുന്ന ഒരു എന്താ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് x - iy അപ്പൊ ഇവിടെ നോക്കിയാട്ടെ നിങ്ങൾ, ഇവിടെ ഈ ഒരു സാധനമാണ് നമുക്ക് ഉള്ളത്. അതിനെ നമ്മൾ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഏതിന്റെ കോൺജുഗേറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ദ ഡിനോമിനേറ്റർ ആയ x2 - iy2ന്റെ കോൺജുഗേറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. x2 - iy2ന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് x2 + iy2ന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് x2 - iy2. അപ്പൊ മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു, താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. കാരണം എന്താ, നമ്മളെ ഈ ഒരു വാല്യൂവിന് ചേഞ്ച് സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് x2 - iy2നെ കൊണ്ട് മുകളിലും x2 - iy2നെ കൊണ്ട് താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ നിങ്ങൾ മുകൾ ഭാഗം നോക്കിയാട്ടെ, എന്താ വരുന്നത്, x1 + iy1 × x2 + iy2 എന്ന് പറയുന്ന ഫോമാണ് വരുന്നത്. അപ്പൊ നമുക്കറിയാം രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഈ മുകൾ ഭാഗത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഈ മുകൾ ഭാഗത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ താഴെ നോക്കിയാട്ടെ, x2 + iy2 × x2 - iy2, അതായത് a + b × a - b എന്ന് പറയുന്ന ഫോമിലുള്ളതല്ലേ. അപ്പൊ അതിന്റെ റിസൾട്ട് എന്താ നോക്കിയാട്ടെ, ഞാനിത് ഇവിടെ സൈഡ് ചെയ്ത് നോക്കിയാട്ടെ. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം x2നെ x2നോട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെയോ ഇവിടുത്തെ x2നെ -iy2നോട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അവിടെയെല്ലാം ഞാനൊരു x2ന്റെ ടേം എഴുതാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. iy2നെ x2നോട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെയോ iy2നെ -iy2നോട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെയെല്ലാം എന്ത് വരും, x2² - x2iy2 + x2iy2 + y2² എന്നാ വരിക. അപ്പൊ നമ്മൾ ആ x2iy2 എന്ന് പറയുന്ന ഈ ഒരു ടേംസുകൾ എന്തായി പോകും, 0 ആയിട്ട് അങ്ങ് പോകും. ബാക്കി നമുക്ക് x2² + y2² എന്ന് പറയുന്ന ഈ ഒരു ടേമാണ് കിട്ടുക താഴെ ഭാഗത്ത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് എന്താ കിട്ടുക,
x1 ഇൻറ്റു x2 പിന്നെയോ x1 ഇൻറ്റു മൈനസ് ഐ വൈ ടു ഐ വൈ വൺ ഇൻറ്റു x2 ഐ വൈ വൺ ഇൻറ്റു മൈനസ് ഐ വൈ ടു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഇതാ മോൾ ഭാഗത്തെ പോലെ x1 x2 മൈനസ് y1 y2 പ്ലസ് ഐ ഇൻറ്റു x1 x2 മൈനസ് y1 y2 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടേംസ് കിട്ടും. സോറി കേട്ടോ, അതായത് ഇവിടെ ഈ ഒരു പോർഷൻ കണ്ട ഇതൊരു പ്ലസ്സാ വരുന്നത്. നമ്മൾ രണ്ട് ടേം വേറെ വേറെ ഉള്ളത്, ഈ ഭാഗത്ത് നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഇത് പ്ലസ്സാ വരെ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ മാറ്റി എഴുതണം. കാരണം എന്താ, ഐ വൈ വണ്ണും മൈനസ് ഐ വൈ വണ്ണും ഉള്ളത്. അപ്പം ഐയും കൂടി പോസിറ്റീവ്, ഐയും കൂടി -1 ആയി മാറും. പിന്നെയോ ഇവിടുത്തെ ഈ മൈനസും ആ മൈനസും കൂടി നടുക്ക് പ്ലസ്സാ വരുന്നത്. ഞാൻ എഴുതുമ്പോൾ മാറിപ്പോയതാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എഴുതുക. ഓക്കെ, അപ്പം ഇത്രയും നമുക്ക് കിട്ടി. അപ്പം നിങ്ങൾ നോക്കിയട്ടെ, ഈ ആദ്യത്തെ ടേമിനെ എനിക്ക് എന്ത് ചെയ്യാം, താഴത്തെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ടേമിന് എന്ത് ചെയ്യാം, താഴത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഞാനിവിടെ എഴുതിയിട്ട് നോക്കിയട്ടെ. x1 x2 ഇത് പ്ലസ് ആണേ വരിക, പ്ലസ് y1 y2 ഡിവൈഡഡ് ബൈ x2² പ്ലസ് y2² പ്ലസ് ഐ ഇൻറ്റു y1 x2 മൈനസ് x1 y2 ഡിവൈഡഡ് ബൈ x2² പ്ലസ് y2². ഇതാ, അതായത് നമുക്കൊരു റിയൽ പാർട്ടും കിട്ടി പ്ലസ് ഒരു ഇമാജിനറി പാർട്ടും കിട്ടി. ഇതാണ് നമ്മളെ Z1/Z2. ഇങ്ങനെയാണ് നമ്മളെ ഡിവിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത് ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഡിവിഷൻ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് കോൺജുഗേറ്റ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എഴുതേ വേണ്ട. നൊട്ടേഷൻസ് മാറിപ്പോറും. അതുപോലെ തന്നെ ഇതാ എനിക്കിപ്പം പറ്റിയ പോലെ ആ ഒരു സൈനും മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ എന്താ പറയുക 4 റൂൾസ് പഠിച്ചു. ആൾജിബ്രൈക് റൂൾസ് ആയ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു എന്താ പറയുക, റിയൽ നമ്പറിനെ നമ്മൾ റിയൽ പ്ലെയിനിൻ്റെ അകത്താണ് XY ആക്സിസ് വെച്ചിട്ടുള്ള ഒരു റിയൽ പ്ലെയിനിൽ നൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിൻ്റെ അകത്താണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് ഞാൻ ഇതൊരു കോംപ്ലക്സ് പ്ലെയിൻ വരച്ചിട്ടുണ്ട്. കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. സാധാരണ ഒരു X ആക്സിസും Y ആക്സിസും ഉള്ള ഒരു എന്താ പറയുക ഒരു പ്ലെയിന് തന്നെയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാട്ടെ, ഇതാ ഞാനിവിടെ Y ആക്സിസിന് ഇമാജിനറി ആക്സിസിന് പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ X ആക്സിസിന് റിയൽ ആക്സിസിന് പേര് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ അകത്ത് ഇങ്ങനെയാണ്. ഈ Y എന്ന് പറയുന്നത് ഇമാജിനറി ആക്സിസും X എന്ന് പറയുന്നത് റിയൽ ആക്സിസും ആയിരിക്കും. നിങ്ങൾ നോക്കിയാട്ടെ, ഈ റിയൽ ആക്സിസിൻ്റെ അകത്ത് ഞാൻ ഇതാ ഇവിടെ ഒരു X എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു Y എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും പോകുന്ന ഈ ഡോട്ടഡ് ലൈൻസ് എവിടെയാണോ തട്ടുന്നത്, എവിടെയാണോ ടച്ച് ചെയ്യുന്നത്, അതാണ് നമ്മളെ X പ്ലസ് IY എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ. അതുപോലെ തന്നെ ഞാനിതിവിടെ നോക്കിയാട്ടെ x1 ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയോ ഇതാ താഴോട്ടേക്ക് പോകുന്ന സമയത്ത് താഴത്തെ ഭാഗം, അതായത് നമ്മളെ റിയൽ ആക്സിസിന്റെ മുകളിലത്തെ വൈയും താഴത്തെ വൈയും തമ്മിലുള്ള വ്യത്യാസം എന്താ, മുകളിലത്തെ ഭാഗങ്ങളെല്ലാം പോസിറ്റീവ് വൈകളായിരിക്കും, താഴത്തെ ഭാഗങ്ങൾ കംപ്ലീറ്റ് നെഗറ്റീവ് വൈകളായിരിക്കും അല്ലേ. അപ്പം ഞാൻ താഴെ ഭാഗത്ത് നിന്ന് ഒരു നമ്പർ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അതൊരു നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഞാനിവിടെ നമ്പറിന് പകരം ജസ്റ്റ് ഒരു നൊട്ടേഷൻ പോലെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ -y1 എന്ന് പറഞ്ഞാണ് ഞാൻ ഈ എന്താ പറയുക അപ്പർ ഹാഫ് പ്ലെയിനിന്റെ താഴത്തെ ഭാഗത്ത് നിന്ന് ഞാനൊരു y1 ചൂസ് ചെയ്തത്. അപ്പം ഈ -y1ന്റെ അകത്തുനിന്നും ഈ x1ന്റെ അകത്തുനിന്നും പോകുന്ന ഡോട്ടഡ് ലൈൻസുകളാണ് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതാണ് നമ്മളെ x1 മൈനസ് IY1 എന്ന് പറഞ്ഞിട്ടുള്ള കോംപ്ലക്സ് നമ്പർ. അതുപോലെ തന്നെ എന്തുണ്ട്, ഇതാ നമ്മളെ ഈ ലെഫ്റ്റ് ഭാഗത്തുള്ള റിയൽ ആക്സിസിന്റെ പ്രത്യേകത എന്താ, അത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവുകളായിരിക്കും അല്ലേ. -1 -2 -1 0 1 2 എക്സെട്ര എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളെ റിയൽ ആക്സിസ് പോകുന്നത്, -∞ തൊട്ട് +∞ വരെ. അപ്പം നമ്മൾ ഈ ഒരു ലെഫ്റ്റ് ഭാഗത്ത് റിയൽ ആക്സിസിന്റെ അകത്ത് നിന്ന് പോയിന്റ് ചൂസ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും, എപ്പോഴും നെഗറ്റീവുകളായിരിക്കും. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ -x2 എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെയോ മുകൾ ഭാഗത്ത് നിന്ന് ഞാനൊരു y2 ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രണ്ട് പോയിന്റിന്റെ അകത്ത് നിന്നും പോകുന്ന ഈ ഡോട്ടഡ് ലൈൻസുകൾ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതാണ് നമ്മളെ -x2 + IY2 എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ് നമ്പർ. ക്ലിയർ ആണോ എല്ലാവർക്കും? നമ്മൾ എങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിന്റെ അകത്ത് കോംപ്ലക്സ് നമ്പറിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ.
ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഞ്ചുഗേറ്റ്. കോഞ്ചുഗേറ്റിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ ആയിട്ട് എഴുതുകയാണ്. നമ്മളെ ആ ഒരു ഡിവിഷൻ റൂളിൻ്റെ അകത്ത് കോഞ്ചുഗേറ്റ് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്നാണ് ഇവിടെ ഒന്ന് എന്താ പറയുക സെൻറ്റൻസിൽ പറയുന്നത്. കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് നമ്പർ, നമ്മളെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റിനെ സെഡ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നോട്ടേറ്റ് ചെയ്യുക. സെഡിൻ്റെ മുകളിൽ ഒരു വര കൊടുക്കുക, അതിനെ സെഡ് കോഞ്ചുഗേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെഡ് കോഞ്ചുഗേറ്റിനെ നമ്മളെ സെഡ് മുകളിൽ ഒരു വര എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് എക്സ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നതിന്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ് സെഡ് കോഞ്ചുഗേറ്റ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ. അപ്പം ഈ സെഡും സെഡ് കോഞ്ചുഗേറ്റും തമ്മിൽ ഈ ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ എന്താ ബന്ധം നോക്കിയിട്ട് നിങ്ങൾ ഇതാ ഞാനിവിടെ മുകളിൽ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ നേരെ താഴെയുള്ള മിറർ ഇമേജ് ആണ് എന്ത് സെഡ് കോഞ്ചുഗേറ്റ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ എന്ന് പറയുന്നത് അല്ലേ? നോക്കിയട്ടെ, ഈ ഒരു പോർഷൻ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നിങ്ങളൊരു മിററായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഈ മിററിന്റെ അകത്ത് ഇപ്പുറത്ത് എന്താണോ അതിന് നേരെയുള്ള റിവേഴ്സ് ആയിട്ടുള്ള മിറർ ഇമേജ് ആണ് നമ്മൾ ഈ സെഡ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? സെഡ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഒരു കോംപ്ലക്സ് പ്ലെയിനിന്റെ അകത്ത് ഉള്ളത് എന്നുള്ള കാര്യം ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്തട്ടെ നിങ്ങൾ. ഓക്കെ, ഇനി നമ്മളെ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ വേറൊരു ടൈപ്പിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. പോളാർ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റേ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും പോളാർ ഫോം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയാ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിട്ടില്ലേ? അവിടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താ, പോളാർ ഫോം ഓഫ് സ്ഫിയർ എന്താ, അല്ലെങ്കിൽ സർക്കിൾ എന്താണെന്നെല്ലാം പഠിച്ചിട്ടുണ്ടായിട്ടില്ലേ? അതുപോലെ തന്നെ കോംപ്ലക്സിൻ്റെ അകത്ത് എന്തുണ്ട്, കോംപ്ലക്സ് നമ്പറായ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈന ഒരു പോളാർ ഫോം ഉണ്ട്. അതാണ് നമ്മളെ ആർ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറയുന്നത്. നമുക്കൊരു സെഡ് തന്നു കഴിഞ്ഞാൽ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഫോം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോളാർ ഫോം എന്ന് പറയുന്നത് ആർ ഇ റേസ് ടു ഐ തീറ്റ എന്നായിരിക്കും. ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് എന്താ, ആർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. അതായത് ഈ ഒരു എക്സിൻ്റെയും സ്ക്വയർ പ്ലസ് ഈ ഒരു എക്സിന്റെ സ്ക്വയർ കാണുക, അതിനെന്ത് ചെയ്യാം ഒരു സ്ക്വയർ റൂട്ട് അങ്ങ് കൊടുക്കുക. അതാണ് നമ്മളെ ആറ് എന്ന് പറയുന്നത്. പിന്നെയോ ഇവിടെയുള്ള ഈ തീറ്റ എന്ന് പറയുന്നത് എന്താ, ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആയിരിക്കും. ടാൻ ഇൻവേഴ്സ് എഴുതിച്ച് ആദ്യം വൈ ബൈ എക്സ് എന്താന്ന് കാണുക, അതിനുശേഷം ടാനിന്റെ ആ ഒരു എന്താ പറയാ ആ ഫംഗ്ഷൻ നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കണം ഇവിടെ, ടാൻ 0 എന്താ, ടാൻ പൈ ബൈ 2 എന്താ, ടാൻ പൈ ബൈ 4 എന്താ, ടാൻ പൈ എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ 0 വരുന്നെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് 0 എന്ന് പറയാൻ പറ്റും. അല്ലെ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് എന്ത് പൈ ബൈ 4 ആണെന്ന് പറയാൻ പറ്റും. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് പൈ ബൈ 2 ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ആ ഒരു പ്രോപ്പർട്ടി എന്തായാലും പഠിച്ചിരിക്കണം. എങ്ങനെയാണ് ആ ടാനിന് വാല്യൂ വരുന്നത്. നമ്മൾ പറയില്ലേ സൈൻ 0 0 ആണ്, കോസ് 0 1 ആണെന്ന്, അതുപോലെ തന്നെ ടാനിന്റെ വാല്യൂസുകളും പഠിച്ചിരിക്കണം. അപ്പം ഇത്രയാണ് നമ്മുടെ പോളാർ ഫോം. അതെല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തട്ടെ നിങ്ങൾ. പോളാർ ഫോം എങ്ങനെയാണ് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള കാര്യം ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണ്. അപ്പൊ ഇനിയാണ് നമ്മളെ സിലബസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്ര നേരവും ഞാൻ പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഒരു കോംപ്ലക്സ് നമ്പർ എന്നും അതിന്റെ കുറച്ച് എന്താ പറയുക കുറച്ച് പ്രോപ്പർട്ടികൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടികളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇനി അഥവാ വഴിയെ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ബ്രീഫായിട്ട് ഒരു നോട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഇതുപോലെ നമുക്കൊന്ന് റീകോൾ ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, ഇതാ നമ്മളെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചിട്ടാ. കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതിയത് വായിച്ചു കേട്ടെ നിങ്ങൾ. S is a set of complex numbers and a function f is defined on S is a rule that assign to every z in S a complex number omega is called value of f at z. We write w equal to f of z. Here z varies in S and is called complex variable.
The set S is called the domain of the definition or briefly the domain of F. ഇത്രയാണ് പറഞ്ഞത്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായി ഈ പറഞ്ഞതിൻ്റെ അകത്ത്? അർത്ഥം ആരെങ്കിലും പറഞ്ഞു തരുന്നോ? ഞാൻ ചോദിക്കണം ആരോടെങ്കിലും പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയാ? നിങ്ങൾ പഠിച്ച കാര്യമല്ലേ, അപ്പൊ അറിയായിരിക്കൂലേ നിങ്ങൾക്ക് എന്താ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആരും ടെൻഷൻ അടിക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. നിങ്ങൾ നോക്ക്, ഇതാ ഈ താഴെ ഒരു പിക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. നോക്കിയാട്ടെ നിങ്ങൾ, നമുക്ക് ഇതാ ഒരു സെറ്റ് ഇത്, വേറൊരു സെറ്റ് ഇത്. അപ്പം ആദ്യം നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായത്? ഒരു സെറ്റ്, അതായത് എസ് എന്ന് പറയുന്നത് എസ് ഈസ് എ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം ഞാൻ ആദ്യം എടുത്ത ഈ സെറ്റുകൾ, ഇതാ ഈ സെറ്റിനെ എസ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളങ്ങ് വിചാരിക്കാം. കാരണം എസിൻ്റെ അകത്തല്ലേ കോംപ്ലക്സ് നമ്പർ ഉണ്ടാവുക. ഇവിടെ ഞാൻ Z1 Z2 Z3 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് കുറേ കോംപ്ലക്സ് നമ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ എന്ത് എസ്. ഇനി ഈ എസിൻ്റെ അകത്ത് ഞാനൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാതെ ചെയ്യുന്നത്, ഏതോ ഒരു ഫംഗ്ഷൻ, എന്ത് ഫംഗ്ഷൻ ആയിക്കോട്ടെ. ഫംഗ്ഷൻ എന്താ നിങ്ങൾക്കറിയാം, എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് സ്ക്വയർ, എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എക്സ് ക്യൂബ്, അല്ലെങ്കിൽ എന്താ പറയുക സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്. ഇതെല്ലാം എന്താണ് നമ്മളെ റിയൽ നമ്പറിൻ്റെ അകത്തെ ഫങ്ഷൻസ് ആണ്. അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പറിലും ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എഫ് ഞാൻ ചൂസ് ചെയ്തു. പിന്നെയോ നമുക്ക് എന്താ വേണ്ടത് നോക്കിയാട്ടെ. എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ഓൺ എഫ്. നമ്മൾ ഒരു ഫംഗ്ഷൻ എഫ് എഫിൽ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? ഫോർ എവറി സെഡ് ഇൻ എസ്, ഏതൊരു സെഡ് ബിലോങ്സ് ടു എസ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ഒമേഗ കിട്ടും. അതിനെ നമ്മൾ വാല്യൂ ഓഫ് എഫ് അറ്റ് സെഡ്, ഏത് സെഡ് കൊടുക്കുമ്പോഴാണോ, അതായത് ആ ഫംഗ്ഷന് ഏത് സെഡ് കൊടുക്കുമ്പോഴാണോ നമുക്ക് ഒമേഗ കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് എഫ് അറ്റ് സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്? ഒമേഗ വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഒമേഗ എന്ന് പറയുന്നത്, എഫ് എന്ന് പറയുന്നത് നമ്മളെ കോംപ്ലക്സ് നമ്പറിൻ്റെ അകത്ത് എന്താ പറയുക ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം ആയതുകൊണ്ട് നമ്മൾ ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ സെഡുകൾ എന്താ ഇങ്ങനെ വാല്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോരോ കോംപ്ലക്സ് നമ്പറിൻ്റെ അകത്തും ഓരോരോ വാല്യൂസ് ആയിരിക്കും നമുക്ക് ഫംഗ്ഷന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതാ സെഡ് വാല്യൂസ് ഇൻ എസ് എന്ന് പറയുന്നത്. സെഡുകൾ ഇപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്ന Z1 ആവാം, Z2 ആവാം, Z3 ആവാം, ഏത് സെഡുകൾ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഉള്ള സെഡിനെ നമ്മൾ ഒരു പേര് നൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് കോംപ്ലക്സ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മളെ എന്താ പറയുക മോഡ്യൂളിൻ്റെ പേരും, കോംപ്ലക്സ് വേരിയബിൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. നോക്കിയാട്ടെ, അവിടുത്തെ ആ സെറ്റിനെ നമ്മൾ റിയലിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഡൊമെയിൻ എന്ന് പറയും. ആദ്യത്തെ എവിടെയാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ ഒരു സെറ്റിനെ ഡൊമെയിൻ എന്നും പറയും. പിന്നെയോ നമ്മൾ ആ ഒരു സെറ്റ്, ഏത് സെറ്റിൻ്റെ അകത്തേക്കാണോ നമുക്ക് പോകുന്നത് അതിനെ റേഞ്ച് എന്നും പറയും. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ പിക്ചർ വെച്ചിട്ട് ഇപ്പം ഞാൻ പിക്ചറും ആ ഒരു ഡെഫിനേഷനും വെച്ചിട്ട് കൺഫ്യൂഷൻ ആക്കിയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പിക്ചർ വെച്ചിട്ട് പറയാം. ഇതാ നോക്കിയാട്ടെ, നിങ്ങൾ ആദ്യത്തെ ഈ സെറ്റ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആക്ട് ചെയ്യുന്ന ആ ഒരു സെറ്റ്, അത് ഡൊമെയിനാണ്. അതാണ് നമ്മളെ എസ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഞാനൊരു ഫംഗ്ഷൻ ഇതാ ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്. അത് എവിടത്തേക്കാ പോകുന്നത് നോക്കിയാട്ടെ, ഒമേഗകളിൻ്റെ അകത്തേക്ക്. ഇതാണ് നമ്മളെ റേഞ്ച്. ഇതാ ഒമേഗ, ഒമേഗ 1, ഒമേഗ 2 എക്സെട്ര. അപ്പം എഫ് ഓഫ് സെഡ്, എഫ് ഇതിൻ്റെ അകത്തെ സെഡിനെ നമ്മൾ ചൂസ് ചെയ്തിട്ട് നമുക്കൊരു ഒമേഗ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഒമേഗ എന്ന് പറഞ്ഞ ആ ഒരു ടേം വെച്ചിട്ട് നോട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ക്ലിയർ ആണോ എല്ലാവർക്കും? എന്താ ഒരു ഫംഗ്ഷൻ, കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്ലിയർ ആണോ? അതിനൊരു ഡൊമെയിൻ ഉണ്ടാവും, റേഞ്ചും ഉണ്ടാവും. ഡൊമെയിൻ്റെ അകത്തുനിന്ന് റേഞ്ചിൻ്റെ അകത്തേക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ നിങ്ങൾ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യേ. ഓക്കെ, അപ്പം ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി നോക്കിക്കളയാം. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ നോക്കിയാട്ടെ നിങ്ങൾ.
ഞാനിവിടെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, നോക്കിയാട്ടെ. ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് സെഡ്, ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ പ്ലസ് 3z. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഇത്, സെഡ് സ്ക്വയർ പ്ലസ് 3z ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു സി. അതായത് എല്ലാ കോംപ്ലക്സ് നമ്പറിലെ എല്ലാ പോയിന്റിലുമാണ് ഈ നമ്മൾ ഈ ഫംഗ്ഷൻ എന്താ പറയാ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഫംഗ്ഷൻ ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, ആ ഒരു സെറ്റ് ആണ് നമ്മുടെ ഡൊമൈൻ. അപ്പൊ ഇവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിരിക്കും, കോംപ്ലക്സ് പ്ലെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് എന്തെല്ലായിരിക്കും നോക്കിയാട്ടെ. നിങ്ങളിപ്പോ ഞാൻ ഈ റൈറ്റ് സൈഡിൽ ചെയ്ത് നോക്കിയാട്ടെ, സെഡിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 പ്ലസ് 3 4. അപ്പം ഈ 4 എന്ന് പറയുന്നത് എന്തുണ്ട്, ഈ ഒരു ഫംഗ്ഷന്റെ റേഞ്ചിലുണ്ട്. അപ്പൊ ഞാൻ 4 എന്ന് അവിടെ റേഞ്ചിന്റെ അകത്ത് എഴുതി കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ സെഡ് ഇസ് ഈക്വൽ ടു ഐ കൊടുത്തു നോക്കിയാട്ടെ. അപ്പൊ എഫ് ഓഫ് ഐ എന്തായി മാറിയേ, ഐ സ്ക്വയർ പ്ലസ് 3i, അതായത് -1 പ്ലസ് 3i. അപ്പം -1 പ്ലസ് 3i എന്ന് പറയുന്ന ടേം ഏതിൻ്റെ അകത്തുണ്ട്, നമ്മൾ ഈ റേഞ്ചിൻ്റെ അകത്തുണ്ട്. അങ്ങനെ സെഡിന് ഓരോരോ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഓരോരോ പോയിന്റുകളുമാണ് ഈ റേഞ്ചിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പൊ ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും, എങ്ങനെയാണ് ഡൊമൈന് എങ്ങനെയാണ് റേഞ്ച് എന്ന് പറഞ്ഞത്. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലായിട്ടില്ല എല്ലാവർക്കും? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആയിട്ടില്ലേ? കമന്റ് ചെയ്യൂ. ഓക്കെ, അപ്പം നോക്കിയട്ടെ നിങ്ങൾ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു z ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. അതിനും എന്തായിരിക്കും, കോംപ്ലക്സിന്റെ ഫോം തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടുക. ഇവിടെ റേഞ്ച് എന്ന് പറയുന്നതും കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും. അപ്പൊ ഇവിടുത്തെ കോംപ്ലക്സ് നമ്പർ ഇതാ, ഇത് ആദ്യത്തെ റിയൽ പാർട്ട്, റേഞ്ചിന്റെ അകത്തെ റിയൽ പാർട്ട് ഇത് റേഞ്ചിന്റെ അകത്തെ ഇമാജിനറി പാർട്ട്. അപ്പം ഈ കിട്ടുന്ന ഫംഗ്ഷനും അതായത് റേഞ്ചും എന്നും പറയുന്നത് എന്തിന്റെ ഫോമിൽ തന്നെയായിരിക്കും, ഒരു റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ ഫോമിലായിരിക്കും. അതിനാ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. അതായത് സെഡിന്റെ അകത്ത് നമ്മളെ കോംപ്ലക്സ് നമ്പറിനെ എക്സ് പ്ലസ് ഐ വൈ കൊണ്ടാണ് നൊട്ടേറ്റ് ചെയ്തത്. അപ്പൊ ആ സെഡിൽ ആക്ട് ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നൊട്ടേറ്റ് ചെയ്യാം. ഇവിടുത്തെ യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ആയിരിക്കും. വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ആയിരിക്കും. ഒന്നുമില്ല, നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ, അതായത് നമ്മൾ ആ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, കോംപ്ലക്സിന്റെ ഫോം തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ കിട്ടുന്ന ആ ഒരു റേഞ്ചിന്റെ അകത്തെ എലമെന്റ്സിനെ നമ്മൾ എഫ് ഓഫ് സെഡുകൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ആ എഫ് ഓഫ് സെഡിനും കോംപ്ലക്സിന്റെ അതേ ഫോം തന്നെ ഉണ്ടാകുക. ഒരു റിയൽ പാർട്ടും ഉണ്ടാകും, ഒരു ഇമാജിനറി പാർട്ടും ഉണ്ടാകും. അപ്പം അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ യു ഓഫ് എക്സ് വൈ എടുത്തത്, പിന്നെയോ വി ഓഫ് എക്സ് വൈ എടുത്തത്. ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? എഫ് ഓഫ് സെഡിനെ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്തത്. ഒന്ന് കമന്റ് ചെയ്തോട്ടെ നിങ്ങൾ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതെല്ലാം ബന്ധപ്പെട്ടിട്ട് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ചെയ്ത് നോക്കാൻ ഒരു ഹോംവർക്കും തരാം. നോക്കിയാട്ടെ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എക്സാമ്പിൾ ലെറ്റ് W ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ പ്ലസ് 3z. നമ്മളോട് എന്തെല്ലാം ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് യു ഓഫ് എക്സ് വൈ, യു ഓഫ് എക്സ് വൈ കാണണം, പിന്നെയോ വി ഓഫ് എക്സ് വൈ കാണണം. എന്നിട്ടോ കാൽക്കുലേറ്റ് ചെയ്യണം. എവിടെ ആ എഫിനെ സെഡ് എന്ന് പറയുന്നത് 1 പ്ലസ് 3i ആകുമ്പോഴുള്ള വാല്യൂ എന്താണെന്നും കൂടി നമ്മളോട് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല? എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, W ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3z എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളത്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആ ഒരു ഫംഗ്ഷന്റെ റിയൽ പാർട്ട് എന്താ, പിന്നെയോ ഇമാജിനറി പാർട്ട് എന്താ, പിന്നെ ആ ഫംഗ്ഷന് 1 പ്ലസ് 3iന്റെ അകത്ത് അറ്റൈൻ ചെയ്യുന്ന വാല്യൂ എന്താ. ഇത്രയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് നോക്കിയാട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ ക്ലിയർ ആണോ അല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ പ്രൊസീഡ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അറിയാവുന്ന കാര്യം ആദ്യം എഴുതി വെച്ചു. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് വൈ ആണ്.
ഇവിടുത്തെ യു എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ആണെന്ന് പറഞ്ഞു. പിന്നെയോ വി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് സെഡ് ആണെന്നും പറഞ്ഞു. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ആ ഒരു ഫംഗ്ഷൻ അങ്ങനെ എഴുതി കൊടുക്കാം. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 3z ആണ് എഴുതി കൊടുക്കുക. അതിന് ശേഷം എന്താ ചെയ്തത്, എനിക്കറിയാം സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണെന്നുള്ള കാര്യം. അത് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡിന്റെ അകത്തേക്ക് അങ്ങ് പുട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ പുട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടിയത് നോക്കിയാൽ നിങ്ങൾ, സെഡ് സ്ക്വയർ ആ ഉള്ളത്. അപ്പൊ സെഡ് 2 പ്രാവശ്യം എഴുതണം അല്ലെ. അതായത് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ പ്ലസ് പിന്നെ 3 കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ പിന്നെ ഒരു സെഡും കൂടി നമുക്ക് എഴുതാനുണ്ട്. സെഡിന്റെ ടേം എന്താ എക്സ് പ്ലസ് ഐ വൈ. അതും കൂടി ഞാൻ അങ്ങനെ എഴുതി കൊടുത്തു. ഇനി നമുക്ക് എന്തറിയാം, നമുക്ക് 2 കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ അറിയാം. ഇവിടെ സെയിം കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. അപ്പം എങ്ങനെയാ ചെയ്യാം, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഈ ടേം എക്സ് ഇൻറ്റു എക്സ് പിന്നെയോ പ്ലസ് എക്സ് ഇൻറ്റു ഐ വൈ പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു ഐ വൈ. അതാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആയിട്ട് കിട്ടി. എക്സ് ഇൻറ്റു വൈ ഐ എന്ന് പറയുന്നത് അങ്ങനെ എഴുതി കൊടുത്തു. അടുത്തത് എക്സ് ഇൻറ്റു ഐ വൈ എന്ന് പറയുന്നത് അങ്ങനെ എഴുതി കൊടുത്തു. പിന്നെയോ ഐ വൈ ഇൻറ്റു ഐ വൈ എന്ന് പറയുന്നത് മൈനസ് വൈ സ്ക്വയർ ആയിട്ടും എനിക്ക് കിട്ടി. അതും ഞാൻ അങ്ങനെ എഴുതി കൊടുത്തു. ബാക്കി ലാസ്റ്റത്തെ ടേം നോക്കിയാട്ടെ, 3 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ. അപ്പൊ ഞാൻ അതിനെ ബ്രാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് എഴുതിയിട്ടുണ്ട്. 3x പ്ലസ് ഐ ഇൻറ്റു 3y എന്ന് കിട്ടി. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈകൾ എന്താണ്, ഒരു റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് എന്നുള്ള ഫോമിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റിയൽ പാർട്ടിനെല്ലാം ഒരുമിച്ച് എഴുതണം, ഐന്റെ ടേംസിനെല്ലാം ഒരുമിച്ച് എഴുതണം. അപ്പൊ നോക്കിയാട്ടെ, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, അതുപോലെ ഇവിടെ മൈനസ് വൈ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 3x ഉണ്ട്. ഈ ടേംസിലൊന്നും എന്തില്ല, ഐകളില്ല. അപ്പൊ ഞാൻ അതിനെല്ലാം കൂട്ടി എഴുതി. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 3x എന്ന് പറഞ്ഞിട്ട് കൂട്ടി എഴുതി കൊടുത്തു. പിന്നെയോ ഇവിടെ ഒരു എക്സ് വൈ ഐ ഉണ്ട്, ഇവിടെ ഒരു എക്സ് വൈ ഐ ഉണ്ട്. അപ്പൊ എന്താ അത് 2xy ഐ ആയിട്ട് ഇതിനെ ഞാൻ മാറ്റി എഴുതി. പിന്നെ ബാക്കി എന്തുകൂടിയുണ്ട്, ഒരു 3y കൂടിയുണ്ട്. അപ്പം ഐനെ ഞാൻ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് ഇട്ടതിന് ശേഷം 2xy പ്ലസ് 3y എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ എഴുതി കൊടുത്തു. അപ്പൊ നമുക്ക് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഇക്വേഷൻ 1 and 2 ഒന്ന് കമ്പയർ ചെയ്യുമ്പം ഈ ആദ്യത്തെ പാർട്ട് ഐകളില്ലാത്ത ഈ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, റിയൽ പാർട്ടായിട്ടും കിട്ടും. ഐന്റെ കൂടെയുള്ള ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടായിട്ടും കിട്ടും. അതായത് ഇതാണ് നമ്മളെ യു ഓഫ് എക്സ് വൈ സെറ്റ്, അതുപോലെ തന്നെ ഇതാണ് നമ്മളെ വി ഓഫ് എക്സ് വൈ സെറ്റ്. അത് ഞാൻ അങ്ങനെ താഴെ എഴുതി കൊടുത്തിട്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 3x എന്ന് പറയുന്നതാണ് നമ്മളെ യു ഓഫ് എക്സ് വൈ സെറ്റ്. അതാണ് നമ്മളെ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് സെറ്റ്. അതുപോലെ തന്നെ വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതാണ് നമ്മളെ ഇമാജിനറി പാർട്ട് ഓഫ് സെറ്റ്. അതാണ് 2x പ്ലസ് 3y എന്ന് പറയുന്നത്. അത് ഞാൻ അങ്ങനെ എഴുതി കൊടുത്തു. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചല്ലേ. എന്താന്ന് നോക്കിയട്ടെ, ഫൈൻഡ് യു ഓഫ് എക്സ് വൈ ആൻഡ് വി ഓഫ് എക്സ് വൈ. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, എഫിന് സെഡ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 3i ആകുമ്പോൾ എന്തെന്നാ കിട്ടുകയെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എന്താ കിട്ടുക നോക്കിയട്ടെ നിങ്ങൾ, നമുക്ക് തന്ന ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്ത് ചെയ്ത് കൊടുക്കുക, സെഡിന്റെ വാല്യൂ കൊടുക്കുക. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 3z ആണ് നമുക്കറിയാം. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ എഫ് ഓഫ് 1 പ്ലസ് 3i എന്ന് പറഞ്ഞാൽ എന്താ, 1 പ്ലസ് 3i സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 3i എന്ന് കൊടുത്തു. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് നമുക്കറിയാം. അത് വെച്ച് നമ്മൾ ഈ ആദ്യത്തെ ഈ ഇക്വേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക ചെയ്യുന്നത്. അപ്പം 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല. പിന്നെയോ ബി ഇൻറ്റു ഐ, അതായത് പ്ലസ് പിന്നെയോ 3i ഹോൾ സ്ക്വയർ പ്ലസ് 3 പ്ലസ് 9i. അതെന്താ, ഇത് ലാസ്റ്റ് ടേം. ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയുള്ളൂ, 3 പ്ലസ് 3i എന്ന് വരും. അപ്പൊ ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ആ ഒരു ഐ പാർട്ടെല്ലാം ഒരുമിച്ച് എഴുതുക, ഐ ഇല്ലാത്ത പാർട്ടെല്ലാം ഒരുമിച്ച് എഴുതുക. അപ്പോൾ ഇതെവിടെ 1 ഉണ്ട്, ഇല്ലയോ 3i ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് -9 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ -9ന്റെ അകത്ത് എന്തില്ല, ഐ ഇല്ല, അതും എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഒരു 3 ഉണ്ട്, അത് 3 ഞാൻ ഒരുമിച്ച് എഴുതി. അതാണ് 1 -
9 പ്ലസ് 3a എന്ന് പറഞ്ഞിട്ട് ഇതാ 1 മൈനസ് 9 പ്ലസ് 3a എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു 6i ഉണ്ട്, ഇവിടെ ഒരു 9i ഉണ്ട്. അപ്പോൾ അതിനെ രണ്ടിനെയും ഞാൻ 6 പ്ലസ് 9 ഉള്ളിൽ എഴുതിയിട്ട് ഐനെ പുറത്തേക്ക് ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ കൂട്ടുന്നതും കുറക്കുന്നതും പോലെ തന്നെ 9 മൈനസ് 9 പ്ലസ് 1 പ്ലസ് 3 ചെയ്യുമ്പോൾ -5 കിട്ടി. അതുപോലെ തന്നെ 6 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 15 ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഒരു ഐയും കൂടിയുണ്ട്, അതും ഞാനിവിടെ കൂട്ടി എഴുതി കൊടുത്തു. അപ്പോൾ എനിക്ക് f(1 + 3i) എന്ന് പറയുന്നത് എന്ത് കിട്ടി, -5 പ്ലസ് 15i എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളെ എന്ത് നമുക്ക് തന്ന ആ ഒരു പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയിനോ? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. സിമ്പിൾ പ്രോബ്ലം അല്ലേ? ഓക്കെ. അപ്പം ഇതാ നിങ്ങൾക്ക് ഇതേ ടൈപ്പ് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. ഇവിടുത്തെ W എന്ന് പറയുന്നത് 2iz + 6z ബാർ ആണ്. അപ്പോൾ ഇവിടെ സെഡിന് പകരം x + iy ചൂസ് ചെയ്യാം. ഇതാ ഇവിടുത്തെ സെഡിന് പകരം x + iy കൊടുക്കുക, സെഡ് ബാറിന് പകരം x - iy കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് എന്താ പറയുക റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് u എന്ന് പറയുന്നത് ഇതായിട്ട് കിട്ടും, അതുപോലെ തന്നെ v എന്ന് പറയുന്നത് ഇതായിട്ടും കിട്ടും. പിന്നെയോ z = 1/2 + 4i അകത്താണ് നിങ്ങളോട് വാല്യൂ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ വാല്യൂ ഞാൻ എന്താ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് കിട്ടുന്നതിന് നാളത്തെ ക്ലാസ് ആകുമ്പോഴേക്ക് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഇതന്നെയല്ലേ കിട്ടുന്നതെന്ന്. ഹോംവർക്ക് ഇത് അയച്ചിടണമെന്നില്ല, അത് നിങ്ങൾ ജസ്റ്റ് നോട്ടിൻ്റെ അകത്ത് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഈ കിട്ടുന്നത് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ കിട്ടുന്നതെന്ന്, ആൻസർ തന്നെയല്ലേ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ എല്ലാവരും? ഞാൻ ഇനി എപ്പോഴെങ്കിലും ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം അയച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾ അയച്ചു തരേണ്ടി വരുവേ. അപ്പോൾ എന്തായാലും ചെയ്യാണ്ട് നിൽക്കരുത്. ഇത് അയച്ചു കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ട് നിൽക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പോൾ ഈ ഒരു ഇത്രയും എടുത്തത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ നിങ്ങൾ. നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കുറച്ച് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ എല്ലാം പറഞ്ഞു, പോളാർ ഫോം പറഞ്ഞു, കോൺജുഗേറ്റ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സിലബസിൻ്റെ അകത്തേക്ക് കയറി. കോംപ്ലക്സ് ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, അത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്തു. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞാട്ടെ.